ഷിരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ 24ന്റെ പ്രത്യേക പരമ്പര ആരംഭിക്കുന്നു. ദുരന്തം വരുന്ന വഴികൾ. കൊച്ചി ധനുഷ്കോടി ദേശീയപാത വികസനം പുരോഗമിക്കുന്ന മലയോര മേഖലയിൽ അപകട ഭീഷണി ഉണർത്തി മൺതിട്ടകളും മരങ്ങളും. ദേശീയപാതയ്ക്ക് വീതി കൂട്ടുന്നതിനൊപ്പം സംരക്ഷണ ഭിത്തി നിർമ്മാണം നടക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും മണ്ണിടിച്ചിൽ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനം നടക്കുകയാണ്. മലയോര മേഖലയിൽ വലിയ സംരക്ഷണ ഭിത്തികളെല്ലാം തന്നെ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യതകൾ പലയിടത്തും നിലനിൽക്കുന്നുണ്ട്. മലയോര മേഖലയുടെ വികസനത്തിന് വേഗം കൂട്ടുന്നതാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ വികസനം. മൂന്നാർ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാര മേഖലയ്ക്ക് ഏറെ ഗുണകരമാണ് റോഡിന് വീതി കൂട്ടുന്നത്. ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൂർണ്ണമായും അപകടരഹിതമാണെന്ന് പറയാനാകില്ല. റോഡിന്റെ വശങ്ങളിൽ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള ധാരാളം സ്ഥലങ്ങളുണ്ട്. സംരക്ഷണ ഭിത്തിക്കായി മണ്ണെടുത്ത സ്ഥലങ്ങളിൽ മഴക്കാലത്ത് മണ്ണിടിച്ചിട്ടുണ്ട്. ഈ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുകയും ഭീകരമായി നിൽക്കുന്ന ഈ മണ്ണിടിച്ചിൽ ഒഴിവാക്കാൻ വേണ്ടി തത്വരമായ രീതിയിലേക്കുള്ള ഈ സംരക്ഷണ ഭിത്തി കെട്ടുവാനുള്ള നടപടി സ്വീകരിക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെടാനുള്ളത്. വാളറ മുതൽ അടിമാലി വരെ റോഡിനോട് ചേർന്നുള്ള വീടുകളും അപകട ഭീഷണിയിലാണ്. മണ്ണിടിഞ്ഞും മരങ്ങൾ വീണും അപകടങ്ങൾ പതിവാകുന്ന ദേശീയപാതയിൽ നിലവിലെ സംരക്ഷണ ഭിത്തികൾ കൊണ്ട് കാര്യമില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. റോഡിന്റെ വശങ്ങളിൽ ഉയരത്തിൽ മണ്ണെടുത്ത സ്ഥലങ്ങളിൽ വലിയ സംരക്ഷണ ഭിത്തി ഒരുക്കുമെന്നാണ് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കുന്നത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിമംഗലം മുതൽ അടിമാലി വരെ ഇതുപോലെ നിരവധി സ്ഥലങ്ങളിലാണ് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളത്. റോഡ് വികസനത്തിനൊപ്പം സംരക്ഷണ ഭിത്തിയുടെ നിർമ്മാണവും വേഗത്തിലാക്കിയാൽ മാത്രമാണ് മഴക്കാലത്തെ അപകട സാധ്യത ഒഴിയുകയുള്ളൂ. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 ഇടുക്കി. This is 24.